ഒത്തിരി ദിവസമായി വീഡിയോ എടുത്തിട്ട് എൻ്റെ കൈ വയ്യാതിരിക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഇടത്ത് കൈ കൊണ്ടൊക്കെ ഒരു എളുപ്പത്തിലൊരു രസം ഉണ്ടാക്കാമെന്ന് വെച്ചാണ്. നമുക്ക് എളുപ്പം ഒരു രസം ഉണ്ടാക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, 2-3 വറ്റൽമുളക്, 1 ടീസ്പൂൺ ജീരകം, ഇത്തിരി കൊത്തമല്ലി, ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരട്ടെ. അരയണ്ട, ഒന്ന് പൊടിച്ചെടുത്താൽ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി, പച്ചമുളകിന് പകരം ഇത്തിരി കാന്താരി, 5-6 ഇല്ലി വെളുത്തുള്ളി, എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചതച്ചാൽ മതി. അടുപ്പ് കത്തിച്ച് ഒരു മൺചട്ടി അങ്ങോട്ട് വെക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത്തിരി കടുക്, 2 വറ്റൽമുളക്, കറിവേപ്പില, എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പൊടിച്ച് വെച്ചിരുന്നില്ലേ കുരുമുളകും എല്ലാം കൂടെ അതങ്ങോട്ടിടും. അതൊന്ന് നോക്കട്ടെ. ഉള്ളിയും മുളകും കൂടെ ചതച്ച് വെച്ചോണ്ട് ഇടാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി തക്കാളിയുടെ ഇടാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളി ഒന്ന് ഇളക്കാം. ഒരുപാടങ്ങ് വാടണ്ട. നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഈ രസം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് എരിവൊന്നുമില്ല. കുരുമുളകിൻ്റെ കാന്താരിയുടെ എരിവ് മാത്രമേ. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്ത് വെച്ച പുളിയാണ്. അത് പിഴിഞ്ഞ് വെള്ളം ഒഴിക്കാം. അതൊന്ന് തിളയ്ക്കട്ടെ. പുളി ഒന്ന് തിളച്ച് കഴിഞ്ഞ് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിടും ചേർക്കാം. ലേശം മഞ്ഞൾപ്പൊടി, ഒരിത്തിരി കായപ്പൊടി ഇടുക. ഒരുപാട് വേണ്ട, ചെറിയൊരു മണത്തിന്. ഇത്തിരി മല്ലിയിലയോട് ഇട്ട് ഇതങ്ങ് ഓഫ് ചെയ്യും. ഇളക്കി കൊടുത്തിട്ട് അതങ്ങ് ഓഫ് ചെയ്യും. ഒന്ന് വാടിക്കോട്ടെ മല്ലിയില. നല്ലപോലെ തിളച്ചു. മല്ലിയിലയൊക്കെ ഇട്ട് അതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി അത് ഓഫ് ചെയ്യാം. എളുപ്പത്തിലൊരു രസം ഇതുപോലൊന്നും ഉണ്ടാക്കി വെക്കും എല്ലാവരും. നല്ലതാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, ചുമ്മാതെ വെള്ളം ചേർത്ത് കുടിക്കാനും ഒക്കെ നല്ലതാണ്.